എൻ്റെ ഡെസ്കിൻ്റെ ഈ ഒരു കോർണറിൽ വെക്കാൻ ഇങ്ങനത്തെ ഒരു ഓർഗനൈസർ വേണം. അപ്പോൾ നമ്മുടെ ഡെസ്ക് മേക്ക് ഓവർ സീരീസിലെ 6ാമത്തെ വീഡിയോ ആണിത്. ഇതിന് വേണ്ടിയിട്ട് പിൻട്രസ്റ്റിൽ നിന്ന് റെഫറൻസ് ഇമേജ് ഒക്കെ സേവ് ചെയ്തിട്ട് കുറേ ആയി. അപ്പോൾ ഇന്ന് നമുക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ 2 കാർഡ്ബോർഡ് പീസ് ഉണ്ട്. അതിൽ ഹോളൊക്കെ ഉണ്ട്, എന്നാലും സാരമില്ല. ആ 2 പീസും ഇങ്ങനെ ചേർത്ത് വെച്ച് ഒട്ടിക്കണം. അപ്പോൾ ഇങ്ങനെ കിട്ടും. ആ കോർണറിൽ വെക്കാൻ ഇത് കറക്റ്റ് ആയിരിക്കും. ഇനി ഈ ഒരു ബോക്സ് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലൊരു ഡ്രോയർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനു മുമ്പ് ഈ ബോക്സ് ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അങ്ങനെ എഡ്ജസ് ഒക്കെ വൈറ്റ് പേപ്പർ വെച്ച് ഒട്ടിച്ചിട്ട് വേണ്ടാത്തതൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി. ഇനി ഇത് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ ഉള്ളിൽ വെക്കാൻ ഇതുപോലൊരു ബോക്സ് എടുത്തിട്ടുണ്ട്. ഈ ബോക്സ് ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് ഫിറ്റ് ആവും. അപ്പോൾ ഇതിനെയും കൂടി ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഒരു സൈഡ് കട്ട് ചെയ്തിട്ട് വൈറ്റ് പേപ്പറിൽ കവർ ചെയ്തെടുത്തു. ഇത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചാൽ ഇങ്ങനെ തുറക്കുക അടയ്ക്കുകയും ചെയ്യാം. അപ്പോൾ എളുപ്പത്തിൽ തുറക്കാൻ ഒരു ഹാൻഡിലും എടുക്കാം. അതിനായിട്ട് ഞാൻ തീർന്നു പോയ ഒരു ഓയിൻമെൻറ്റിൻ്റെ ക്യാപ്പാണ് എടുക്കുന്നത്. അത് ഫെവിക്വിക്ക് വെച്ച് ഒട്ടിച്ചു കൊടുത്തപ്പോൾ ഓക്കെ ആയി. അങ്ങനെ ഡ്രോയറിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി ചെയ്യാം. ഇനി ഇതുപോലെ 2 കാർഡ്ബോർഡ് പീസസ് എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ താഴെയും മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുത്ത് 2 ഷെൽഫ് ആക്കാനാണ് എൻ്റെ പ്ലാൻ. 2 ഒട്ടിച്ചു കൊടുത്തപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി എൻ്റെ കയ്യിൽ ഇതുപോലെ കുറച്ച് കാർഡ്ബോർഡ് പീസസേ ബാക്കിയുള്ളൂ. ഇനിയുള്ളതൊക്കെ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഒരു പീസ് ഇവിടെ ഇങ്ങനെയും വെക്കണം, വേറൊരു പീസ് ഈ സൈഡിലും വെക്കണം. വെക്കുന്നതിന് മുമ്പ് അത് രണ്ടും ഞാൻ നന്നായിട്ട് വൈറ്റ് പേപ്പറിൽ കവർ ചെയ്തെടുത്തു. ഇനി രണ്ടും ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ B7000 ഗ്ലൂ ആണ് ഉപയോഗിച്ചത്. പിന്നെ ഇടയ്ക്കൊക്കെ സെല്ലോ ടേപ്പ് ഉപയോഗിച്ചു. അത് 2 ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ സംഭവം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. ഇനി കുറച്ച് മിനുക്ക് പണികളെ ബാക്കിയുള്ളൂ. ഈ എഡ്ജൊക്കെ നമുക്കൊന്ന് വൈറ്റ് പേപ്പർ വെച്ച് കവർ ചെയ്തെടുക്കാം. ഇപ്പൊ വൃത്തിയായില്ലേ? പിന്നെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് വൈറ്റ് അക്രിലിക് പെയിന്റ് എടുത്ത് അടിച്ചു കൊടുത്തു. അടിച്ചു കഴിഞ്ഞപ്പോൾ വേണ്ടായിരുന്നോ എന്നൊരു നിമിഷം തോന്നിപ്പോയി. പിന്നെ ഞാൻ കോർണറിലൊക്കെ വെച്ച് നോക്കി. സംഭവം സെറ്റാണ്. ഇഷ്ടമെങ്കിൽ ലൈക്കും കമന്റും ഒക്കെ മറക്കാതെ ചെയ്യണം. ഇതേ ദിവസമായപ്പോൾ പെയിന്റ് ഒക്കെ നന്നായിട്ട് ഡ്രൈ ആയപ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് മേക്ക് ഓവറിന്റെ ഫുൾ വീഡിയോ ഇടാം.